The first step towards achieving your dreams is having the right coach. Get the best education with Amaze Academy and make your AE Civil SSC JE dreams come true. Download the app now. Hello, my dear students. Welcome to Amaze Academy. Get ready to be amazed. നമ്മൾ ഇന്ന് സോയിൽ മെക്കാനിക്സ് അഥവാ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോയിൽ മെക്കാനിക്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം തന്നെ ഇല്ല, അല്ലെ? അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ എക്സാമിനേഷൻസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ, അതുപോലെ തന്നെ ഗേറ്റ് എക്സാമിനേഷൻസ് തുടങ്ങിയ ഏതൊരു എക്സാമിനേഷൻ നമ്മൾ എടുത്ത് നോക്കിയാലും അത്രയ്ക്കധികം വെയിറ്റേജ് ഉള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ജി ടി എന്ന് പറയുന്നത്. ഓക്കെ, ജി ടി എന്ന സബ്ജക്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജി ടിയെ കുറിച്ച് നോക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സബ്ജക്റ്റുകളുടെ കോമ്പിനേഷൻ ആണ്. ഒന്ന് നമ്മുടെ സോളിഡ് മെക്കാനിക്സ്, ഓക്കെ, സോളിഡ് മെക്കാനിക്സ്. രണ്ട് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഓക്കെ, ഈ രണ്ട് സബ്ജക്റ്റിലെയും പ്രിൻസിപ്പിൾസ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഈ സബ്ജക്റ്റിൽ. ഓക്കെ, ഇത് രണ്ടിനെ കുറിച്ചും നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സബ്ജക്റ്റുകൾ സോളിഡ് മെക്കാനിക്സും ഫ്ലൂയിഡ് മെക്കാനിക്സും അവർ പൊതുവെ വീക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജി ടിയിൽ പറയുന്ന ഒരുപാട് കൺസെപ്റ്റുകൾ അവർക്ക് ക്ലിയർ ആവാറില്ല. ഓക്കെ, അത് ഓരോ ടോപ്പിക്കിലേക്ക് നമുക്ക് ഇനി കടക്കാം. അപ്പോൾ ഓരോ സബ്ജക്റ്റും എവിടെയാണ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ ജി ടിയുടെ ഒരു പൊതുവെയുള്ള സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ആദ്യം വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സോയിൽ ടൈപ്പ് ആൻഡ് സ്ട്രക്ചർ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പല ടൈപ്പ് സോയിൽസിനെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇൻഡ്യൂറേറ്റഡ് ക്ലേ, ദെൻ ലാക്രിസ്റ്റൈൻ സോയിൽ, ദെൻ ലോം, വാർവുഡ് ക്ലേ, അങ്ങനെ ഒരുപാട് ടൈപ്പ് സോയിൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ നമുക്ക് അറിയാം, നമുക്ക് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, ഗ്രഡേഷൻ ആൻഡ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, കൺസിസ്റ്റൻസി ലിമിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് വളരെ പുതിയ കാര്യങ്ങളാണ്. മാത്രമല്ല നമ്മൾ ബേസിക് ക്വാണ്ടിറ്റീസ്, വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, പെർസെന്റേജ് എറേഴ്സ്, ഒരുപാട് ടേംസ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പഠിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു ഇത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മനസ്സിലാക്കാൻ സോളിഡ് മെക്കാനിക്സിന്റെയോ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ആവശ്യം അധികം വരുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളെ വരുന്നുള്ളൂ. ഓക്കെ, നൗ ഇവിടെ അങ്ങോട്ട് വാട്ടർ ഇൻ സോയിൽ, കാപ്പിലറി ആൻഡ് സ്ട്രക്ചറൽ സോയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് തുടങ്ങുകയാണ്. ഓക്കെ, ദെൻ എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് പോർ വാട്ടർ പ്രഷർ, കംപ്ലീറ്റ്ലി ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്, നമുക്ക് നല്ല രീതിയിൽ അറിയണം. ഓക്കെ, പെർമിയബിലിറ്റി അഗെയിൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് കടന്നു വരുന്നുണ്ട്. ഫീൽഡ് ആൻഡ് ലാബോറട്ടറി ഡിറ്റർമിനേഷൻ ഓഫ് പെർമിയബിലിറ്റി, ദെൻ സീപ്പേജ് പ്രഷർ. അഗെയിൻ നമുക്കൊരു ഭയങ്കര ഡിഫിക്കൽട്ടി തോന്നുന്ന ഒരു പുതിയ വരുന്ന ഒരു ടോപ്പിക്കാണ് സീപ്പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതും ഫ്ലൂയിഡ് മെക്കാനിക്സ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നൗ ക്വിക്സ് ആൻഡ് കണ്ടീഷൻസ് അഗെയിൻ അവിടെ വരുന്നുണ്ട്. അഗെയിൻ അടുത്താണ് ഷിയർ സ്ട്രെങ്ത് ഡിറ്റർമിനേഷൻ. ഇവിടെ എത്തുമ്പോൾ നേരെ നമുക്ക് സോളിഡ് മെക്കാനിക്സ് എന്നുള്ള രീതിയിൽ വേണം. മോർ കൂളം തിയറി. ഓക്കെ, ഇവിടെ നമുക്ക് സോളിഡ് മെക്കാനിക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, നൗ കോമ്പാക്ഷൻ ഓഫ് സോയിൽ, ലാബോറട്ടറി ആൻഡ് ഫീൽഡ് ടെസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് സോളിഡ് മെക്കാനിക്സ് കൂടുതലായിട്ട് വേണം, കുറച്ചൊക്കെ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് നമുക്ക് ഐഡിയ വേണം. ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, അഗെയിൻ കമ്മിങ് ടു കംപ്രസിബിലിറ്റി ആൻഡ് കൺസോളിഡേഷൻ കൺസെപ്റ്റ്. ഇതും സോളിഡിന്റെയും ഫ്ലൂയിഡിന്റെയും മെക്കാനിക്സിന്റെ ഒരു കോമ്പിനേഷൻ ഐഡിയ. നമുക്ക് ആ ഒരു മോർ സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ സോളിഡ് മെക്കാനിക്സിലെ, നല്ല വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ പറയുന്നു കാണാതെ പഠിക്കുകയല്ല, മനസ്സിലായിട്ടുണ്ടാവണം. അപ്പോഴാണ് നമുക്കത് നല്ല രീതിയിൽ ക്ലിയർ ആവുള്ളൂ. കൺസോളിഡേഷൻ തിയറി, കൺസോളിഡേഷൻ, സെറ്റിൽമെന്റ് അനാലിസിസ്. ഓക്കെ, നൗ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആസ് യൂഷ്വൽ തന്നെ നല്ലൊരു സോളിഡ് മെക്കാനിക്സിന്റെ ഒരു കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ജനറൽ ഐഡിയ. എങ്കിലും ഇതിൽ കുറച്ച് മേ ബി ഒന്ന് രണ്ട് പോയിന്റ്സ് മിസ്സായിട്ടുണ്ടാവും, പ്രശ്നങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഇതാണ് നമുക്ക് ജനറലി പഠിക്കാനുള്ളത്. എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനേ ഉള്ളൂ, ഇതിൽ നിന്നും ഒന്നും കുറയ്ക്കാനില്ല. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു പഠനം ഞാൻ ആശംസിക്കുകയാണ്. ഒരു ബേസിക് ഐഡിയ ജി ടിയെ കുറിച്ച് വന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ജി ടി ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അതിനു മുമ്പ് നിങ്ങളുടെ സോളിഡ് മെക്കാനിക്സും ഫ്ലൂയിഡ് മെക്കാനിക്സും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇതിലേക്ക് വരുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് Stokes' law is valid only if the
size of the particle is less than 0.0002 millimeter, greater than 0.2 millimeter, between 0.2 millimeter and 0.0002 millimeter, all of the above. നമുക്ക് സ്റ്റോക്സ് ലോയുടെ വാലിഡിറ്റിയെ കുറിച്ചാണ് ചോദ്യം. നമുക്ക് പാർട്ടിക്കിൾ സെറ്റിലിംഗ്, പാർട്ടിക്കിൾ സെറ്റിലിംഗ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് സ്റ്റോക്സ് ലോ എന്നുള്ളത്. നമുക്ക് ആദ്യം സ്റ്റോക്സ് ലോ ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഇക്വേഷൻ, എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. വി എസ് ഈസ് ഈക്വൽ ടു the settling velocity Vs is equal to G into S minus 1 density of liquid into D square all divided by 18 mu എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, there is no relation to depth, അല്ലെ? There is no relation to depth independent ആണ് ഈ ഇക്വേഷൻ. അതായത് ഈ ഒരു ടേം ഡെപ്ത് ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളത് നമ്മുടെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഒക്കെ ഡിസൈനിൽ, പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിസൈനിൽ വളരെ ക്രൂഷ്യൽ ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് സെറ്റിലിംഗ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡെപ്ത് ഓഫ് ദ ടാങ്ക് എന്നുള്ളത്. നമ്മുടെ ചോദ്യം അതല്ല, എനിക്കറിയാം. ഓക്കെ, ഇതിൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ് യൂഷ്വൽ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എസ് എന്നുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. റോ ലിക്വിഡ് എന്നുള്ളത് അത് യൂഷ്വലി ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നെയാണല്ലോ, വേറെ ഒന്നുമല്ല. ഓക്കെ, ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നെയാണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ. നൗ ഡി ഈസ് ദ ഡയാമീറ്റർ ഓഫ് പാർട്ടിക്കിൾ, diameter of particle, and mu is the dynamic viscosity. Mu is the dynamic viscosity. Okay, ഇനി ആ ഒരു മ്യൂ താഴെയുണ്ട്, ഒരു റോ മുകളിലുണ്ട്, അല്ലെ? വേണമെങ്കിൽ ഈ റോയിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവന്നിട്ട് മ്യൂ ബൈ റോ എന്ന് എഴുതിയിട്ട് പകരം നമുക്ക് എന്തെഴുതാം? നമുക്ക് വേണമെങ്കിൽ അവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്നുള്ള ടേം കൂടി വേണമെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ ഒരു മ്യൂ ബൈ റോ എന്നുള്ള ടേം നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നതൊന്നുമല്ല ഈ ഡയാമീറ്റർ ഓഫ് പാർട്ടിക്കിൾ എവിടെയായിരിക്കണം, ഐ മീൻ അതിന്റെ റേഞ്ച് എത്രയായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്കപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്സ് ലോയുടെ അസംഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അസംഷൻസ് ഓഫ് സ്റ്റോക്സ് ലോ. അസംഷൻസ്. ഓക്കെ, അസംഷൻസ് ഓഫ് സ്റ്റോക്ക് ലോയില് ഏറ്റവും ആദ്യം പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ് സ്പെരിക്കൽ പാർട്ടിക്കിൾസ്. ഓക്കെ, സ്പെരിക്കൽ പാർട്ടിക്കിൾസ് ആണെന്നാണ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത്. അതായത് ഈക്വേഷനിൽ കാണാം, ഇത് ഡയാമീറ്റർ ആണ് വന്നിട്ടുള്ളത്, അല്ലെ? ഈ ഡയാമീറ്റർ ആർക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ? സ്പെരിക്കൽ പാർട്ടിക്കിൾസിനാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസും ദേ ആർ പെർഫെക്റ്റ്ലി സ്ഫിയർ എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, അത് അവരുടെ ഡയാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അസംഷൻസ്, ഞാൻ ആവശ്യമുള്ള അസംഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. പാർട്ടിക്കിൾ സൈസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.2 മില്ലിമീറ്റർ ടു 0.0002 മില്ലിമീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇഫ് ദ പാർട്ടിക്കിൾ സൈസ് ഇസ് ലെസർ ദാൻ 0.0002 മില്ലിമീറ്റർ, അവിടെ ബ്രൗണിയൻ മോഷൻ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും നമ്മുടെ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബ്രൗണിയൻ മോഷൻ എന്താണെന്നുള്ളത്, അല്ലെ? വളരെ സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസ്, ഫോർ എക്സാമ്പിൾ പൂമ്പൊടി പോലുള്ള വളരെ സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അവർ സെറ്റിൽ ആവാതെ അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു സിഗ്സാഗ് മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ ബ്രൗണിയൻ മോഷൻ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പോൾ പാർട്ടിക്കിൾ സൈസ് ഇസ് ലെസർ ദാൻ 0.0002 millimeters, Brownian motion comes into play, which means that the particles are not going to settle. പാർട്ടിക്കിൾസ് അവിടെ സെറ്റിൽ ആവില്ല. ഇനി ഒരു അസംഷനും കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് അതും കൂടി എഴുതി വയ്ക്കാം. പാർട്ടിക്കിൾസ് സെറ്റിൽ ഇൻഡിപെൻഡന്റ്ലി. അതായത് എല്ലാ പാർട്ടിക്കിൾസും തനിയെ തനിയെയാണ് സെറ്റിൽ ആവുന്നത്.
ഒരു പാർട്ടിക്കിളിന്റെ സെറ്റിലിംഗ് മറ്റൊരു പാർട്ടിക്കിളിന്റെ സെറ്റിലിങ്ങിനെ യാതൊരു രീതിയിലും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്നാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. ഓക്കെ, ഇനി ഈ പാർട്ടിക്കിളുടെ സൈസ് 0.2 മില്ലിമീറ്ററിനും കൂടുതലാണെന്നുണ്ടെങ്കിൽ it will cause turbulence. It will cause turbulence while settling, which means that അവിടെ ഒരു പാർട്ടിക്കിളിന്റെ സെറ്റിലിംഗ് മറ്റൊരു പാർട്ടിക്കിളിനെ ഇന്റർഫിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊരു ടർബുലൻസിന് കാരണമാകും. ഇനി മറ്റു പല രീതിയിലും ഇത് ഇന്റർഫിയർ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ പാർട്ടിക്കിൾസ് ആണ്, അവർ സെറ്റിൽ ആകുന്ന സമയത്ത് അവിടെ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ മേലെ ഒരു ഡ്രാഗ് ക്രിയേറ്റ് ചെയ്യാനും ഈ വലിയ പാർട്ടിക്കിൾസ് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഒരു അപ്പർ ലിമിറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? The particle size should lie between 0.2 millimeters and 0.0002 millimeters. Okay, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ അതിന്റെ ബേസിക് ആയിട്ട് വരുന്ന തിയറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. Which of the following statements is correct? Uniformity coefficient represents the shape of the particle size distribution curve. For a well-graded soil, both the uniformity coefficient and coefficient of curvature are nearly unity. A soil is said to be well graded if it has most of particles of about the same size. Option D, none of the above. തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം നമ്മളോട് പറയുന്നത് യൂണിഫോമിറ്റി കോഎഫിഷ്യന്റിനെ കുറിച്ചാണ്. ഇവിടെ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് CU is equal to is given by the equation D60 divided by D10. Okay, D60 എന്താണ്, D10 എന്താണെന്ന് നമുക്കറിയാം അല്ലെ? നമുക്കൊരു സൈസ്, നമ്മുടെ മെഷിന്റെ സൈസ് ആണ്. ഓക്കെ, ആ മെഷിന്റെ സൈസിൽ D60 എന്ന് പറഞ്ഞാൽ എന്താണ്? 60% പാർട്ടിക്കിൾസ് ആർ ഫൈനർ ദാൻ ദ ഗിവൺ സൈസ്. ഓക്കെ, ഇതും ഒരു സൈസ് ടേം ആണ്. D10 എന്താണ്? നമ്മുടെ ആവറേജ് സൈസ് എന്ന് പറയുന്ന, സോറി ആവറേജ് അല്ല, എഫക്റ്റീവ് സൈസ്. ഓക്കെ, എഫക്റ്റീവ് സൈസ് എന്ന് പറയുന്ന ടേം ആണ് D10 എന്നുള്ളത്. ഓക്കെ, ആവറേജ് അല്ല കേട്ടോ, ആവറേജ് D50 ആണ്. ഓക്കെ, D10 എന്നുള്ളതാണ് നമ്മുടെ എഫക്റ്റീവ് സൈസ്. ഓക്കെ, അപ്പോ D10 എന്ന് പറയുന്നത് എന്താണ്? അത് 10% particles are finer than the given size. Okay, it represents size. രണ്ടും സൈസ് തന്നെയാണ്, പക്ഷേ സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണ് അല്ലെ? ഇത് സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണ്. രണ്ടും സൈസ് ഓഫ് പാർട്ടിക്കിൾ എന്നുള്ള ടേമിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ represents the shape of the particle size distribution curve എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി അതെന്താണ്? അത് തെറ്റാണ്. ഓക്കെ, യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ഇറ്റ് ഡീൽസ് വിത്ത് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ഓക്കെ, സൈസ് ഡിസ്ട്രിബ്യൂഷനിലാണ് അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടേംസ് ഇതിന്റെ കൂടെ പഠിക്കാം. വെൽ ഗ്രേഡഡ്, ഓക്കെ, വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള ഗ്രാവലിന്, CU will be greater than 4. ഈ ടേം പഠിച്ചു വെക്കുക. വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള സാൻഡിന് CU will be greater than 6. And for uniformly graded soil, CU ന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 less than or equal to CU less than or equal to 2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? CUമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് കിടക്കാം. ഫോർ എ വെൽ ഗ്രേഡഡ് സോയിൽ, both uniformity coefficient and coefficient of curvature are nearly unity. Okay, അപ്പോ ഇവിടെ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റിനെ കുറിച്ചും കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചറിനെ കുറിച്ചും പറയുന്നു. അപ്പൊ നമുക്ക് ഇവിടെ CU എന്നുള്ള ടേം കൂടാതെ നമ്മൾ എന്ത് പഠിക്കണം? CC എന്നുള്ള ടേം കൂടി പഠിക്കണം. CC അതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഗ്രഡേഷൻ. ഓക്കെ, that is equal to, it's given by the equation D30 square divided by D60 into D10 എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. Okay, D30 is again size. It represents 30% particles are finer than the given size. Okay, ഇതില് for uniformly graded soil, okay, uniformly graded soil ആണെന്നുണ്ടെങ്കിൽ അവിടെ CC എന്നുള്ളത് approximately 1 ആണ്.
ആൻഡ് വെൽ ഗ്രേഡഡ് ആണെന്നുണ്ടെങ്കിൽ വെൽ ഗ്രേഡഡ് ആണെന്നുണ്ടെങ്കിൽ CC എന്നുള്ളത് ഇറ്റ് കുഡ് വേരി ബിറ്റ്വീൻ 1 to 3 എന്നുള്ള ഒരു റേഞ്ചിലാണ് CCയുടെ വാല്യൂ വരാറുള്ളത്. ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വെൽ ഗ്രേഡഡ് സോയിലിനെ കുറിച്ചാണ്. വെൽ ഗ്രേഡഡ് സോയിലില് യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചറും രണ്ടും യൂണിറ്റി ആണെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും തെറ്റാണെന്ന് നമുക്കിവിടെ മനസ്സിലായി അല്ലെ? രണ്ട് സ്റ്റേറ്റ്മെന്റും തന്നെയാണ്, തെറ്റ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, വെൽ ഗ്രേഡഡ് ആണെന്നുണ്ടെങ്കിൽ CC 1 to 3 ആണെന്ന് നമുക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനിയിപ്പോ നിയർലി യൂണിറ്റി എന്നുള്ള ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വെൽ ഗ്രേഡഡ് സോയിലിന് യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് നോക്കിയേ, ഗ്രാവൽ ആണെങ്കിൽ തന്നെ ഗ്രേറ്റർ ദാൻ 4ഉം സാൻഡ് ആണെങ്കിൽ തന്നെ ഗ്രേറ്റർ ദാൻ 6ഉം വരുന്നുണ്ട്. ഓക്കെ, സോ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള ഏതൊരു സോയിലിനും ഇറ്റ് വിൽ ബി എ വെരി high value. Okay, something about 2 or 3, something like that will be the value. Okay, a soil is said to be well graded if it has most of particles of about the same size എന്നുള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ്. അതെന്തായാലും തെറ്റാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം എന്താ, വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓൾമോസ്റ്റ് all particle sizes are present. Okay. Actually, well graded if it has most of particles about the same size എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി യൂണിഫോംലി ഗ്രേഡഡ് സോയിലിന്റെ ഡെഫിനിഷൻ ആണ്. ഇവിടെ വെൽ ഗ്രേഡഡ് എന്നതിന് പകരം യൂണിഫോംലി ഗ്രേഡഡ് ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയി. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്താ വന്നിട്ടുള്ളത്? വെൽ ഗ്രേഡഡ് എന്നല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഓപ്ഷൻ സിയും അവിടെ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബവ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ദ ഫോളോയിങ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആർ ഡിറ്റർമൈൻഡ് ഫോർ 4 soils A, B, C and D. Liquid limit, plastic limit for different type of soils are given. Which of these soils contain more clay particles? Soil A, soil B, soil C, soil D. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ടല്ലോ, ഇതിപ്പോ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒന്ന് ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്, മറ്റൊന്ന് പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പോ എന്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇവ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ നേരെ നമുക്ക് ചിന്തിക്കേണ്ടത്, നമ്മൾ ആട്ടോബർഗ് ലിമിറ്റ്സ് എന്നുള്ള ടോപ്പിക് പഠിച്ചപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഡെക്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തൊക്കെയായിരുന്നു അത്? ഷ്രിങ്കേജ് ഇൻഡെക്സ്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, കൺസിസ്റ്റൻസി ഇൻഡെക്സ്, ലിക്വിഡിറ്റി ഇൻഡെക്സ് തുടങ്ങിയവ. ഓക്കെ, ഇതില് നമുക്ക് നേരെ നമ്മുടെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിലേക്ക് നമുക്ക് പോകും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാ ഇൻഡെക്സുകളിലെയും ഇക്വേഷൻ എഴുതി തരാം. നമുക്കിപ്പോ ഇവിടെ ആവശ്യം എന്താണെന്ന് മാത്രം, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണെന്ന് മാത്രം. ഓക്കെ, ഷ്രിങ്കേജ് ഇൻഡെക്സ്. Shrinkage index is given by the equation WP minus WS. WP is the plastic limit, WS is the shrinkage limit. We know that this represents the zone in which the soil shows semi-solid behavior. അല്ലെ, ആ ഒരു ഗ്രാഫും ആ ഒരു സെമി സോളിഡ് ബിഹേവിയർ ഒക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. Now the next one is plasticity index. Plasticity index. This is equal to WL minus WP. WL minus WP. It is the range of consistency in which the soil behaves as a plastic material. Now the next one is consistency index. Consistency index. It is given by the equation WL minus WN divided by WL minus WP. The last one is liquidity index. Liquidity index. It is equal to WN minus WP divided by WL minus WP. നമ്മുടെ സോയിലിന്റെ ബിഹേവിയറിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻഡെക്സുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു. നമുക്കിവിടെ ആവശ്യം പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. ഓക്കെ,
നമുക്ക് ഓരോ സോയിലിന്റെയും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ സോയിൽ എ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലെ? ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചിലപ്പോൾ നിങ്ങളൊന്ന് പറ്റിക്കാൻ വേണ്ടി ഈ ഡബ്ല്യു പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എൽ തന്നു എന്ന് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ സിറ്റുവേഷൻസിൽ നമ്മുടെ ഐ പി വാല്യൂ, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ നമ്മൾ എടുക്കേണ്ടത് 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ ആ ഒരു ടേം ഭാവിയിൽ എപ്പോഴെങ്കിലും മറ്റൊരു ക്വസ്റ്റ്യനിൽ ഉപയോഗം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ എന്തായാലും അങ്ങനെ ഒരു ടേം ഇല്ല. സോയിൽ എയുടെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഐ പി ഈസ് ഈക്വൽ ടു 0.50 minus 0.23 that is equal to 0.27. സോയിൽ ബി യുടെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.49 മൈനസ് ഇതിന്റെ ഐ പി ആണ്. ഐ പി ഈസ് ഈക്വൽ ടു 0.49 മൈനസ് 0.17 that is equal to 0.32. Here the next one IP is equal to 0.43 minus 0.21 that is equal to 0.22. And the fourth one IP is equal to 0.47 minus 0.26 that is equal to 0.21. Okay. Now the highest value are 0.32 ആണ് നമ്മുടെ highest value അല്ലെ? ഒന്നുകൂടെ ആലോചിക്കുക, എന്തായിരുന്നു പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്? റേഞ്ച് ഓഫ് കൺസിസ്റ്റൻസി ഇൻ വിച്ച് സോയിൽ ബിഹേവ്സ് ആസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ലെ? അപ്പൊ ഏറ്റവും അധികം പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടർ കാണിക്കാൻ പറ്റുന്ന ഒരു സോയിൽ എന്താണ്? സോയിൽ ബി ആണ്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്നും നമുക്ക് ഇൻഫർ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ ബിക്ക് ആയിരിക്കണം ഏറ്റവും അധികം ക്ലേ കണ്ടന്റ് ഉള്ളത്. കാരണം ഏറ്റവും അധികം റേഞ്ച് ഓഫ് വാട്ടർ കണ്ടന്റിൽ അവിടെ പ്ലാസ്റ്റിസിറ്റി ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സോയിൽ ബി ആണ്. Okay. Hence our option B is the correct answer. The hydraulic head that would produce a quick condition in a sand stratum of thickness 1.5 meter, specific gravity 2.67 and void ratio 0.67 is equal to. ഇവിടെ നമ്മളോട് ക്വിക്സാൻഡ് കണ്ടീഷൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈഡ്രോളിക് ഹെഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോയിൽ പൈപ്പിംഗ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ടേം ആണ്. സോയിൽ പൈപ്പിംഗ്, അതുപോലെ തന്നെ ക്വിക്സാൻഡ് കണ്ടീഷൻ, ബോയിലിംഗ് സാൻഡ്, ഒരുപാട് ടേംസിൽ നമ്മളിത് ഒരുപാട് പേരുകൾ ഇത് അറിയപ്പെടും. ഓക്കെ, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, ഡാം, അക്യുഡക്ട്, അതുപോലെ തന്നെ സൈഫൺ അക്യുഡക്ട്, കനാൽ ഫോൾസ് തുടങ്ങിയ എല്ലാ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിന്റെയും സ്റ്റെബിലിറ്റിയെ കാര്യമായി ബാധിക്കുന്ന, എർത്തൻ ഡാംസിനെക്കാട്ടിൽ പ്രത്യേകിച്ച് സ്റ്റെബിലിറ്റിക്ക് കാര്യമായി ബാധിക്കുന്ന ഒരു ടേം ആണ് സോയിൽ പൈപ്പിംഗ് എന്നുള്ളത്. നമുക്ക് ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ബേസിക് ഇക്വേഷൻസിന്റെ മാത്രം ആവശ്യമുള്ളൂ. ഇവിടെ നോക്കുക, നമുക്ക് IC ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്, ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഗാമ സബ്മോർജർ വെയിറ്റ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടേം ആണ്. ഓക്കെ, ഗാമ സബ്മോർജിന്റെ ഇക്വേഷൻ ആണ്. ഞാൻ ഡെറിവേഷൻ ഒരുപാട് ചെയ്യുന്നില്ല, 1-2 സ്റ്റെപ്പുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ഗാമ സബ്മോർജ് ബൈ ഗാമ ഡബ്ല്യൂലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ ഡെറിവ് ചെയ്യുന്നില്ല, അതൊരുപാട് ലെങ്ത് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഗാമ സബ്മോർജ് is given by the equation gamma w into g-1 divided by 1 plus e. ഗാമ സബ്മോർജിന്റെ ഇക്വേഷൻ divided by gamma w. Okay, നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ച് ഡിറൈവ് ചെയ്യുന്നതാണ് ഗാമ സബ്മോർജിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് ഒരു റെയിൽവേ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? അത് ഗാമ സബ്മോർജിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഗാമ ഡബ്ല്യു ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? IC ഈക്വൽ ടു g-1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് e. This cannot be written as g-1 into 1 minus n. ഇതിങ്ങനെയും എഴുതി വെക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പോ
വോയിഡ് റേഷ്യോ 0.67 ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നൗ നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ് I ഈസ് ഈക്വൽ ടു എന്താണ് H/L എന്നുള്ളത്. ഓക്കെ, ഫോർ H is the head and L is the creep length. Creep in the sense seepage length. ഓക്കെ, നമ്മളത് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് എഴുതാൻ പറ്റും, H/L is equal to G-1 divided by 1 plus E. ഇവിടെ നമുക്ക് H ആണ് കണ്ടുപിടിക്കുന്നത്. L നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണ് 1.5 meters എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ജിയും എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട് അല്ലെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H divided by 1.5 meter is equal to G. ജിയുടെ വാല്യൂ എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ? 2.67. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 2.67 minus 1 all divided by 1 plus E. ഇതൊന്ന് എത്രയായിരുന്നു? 0.67 അല്ലെ, അപ്പൊ നമുക്ക് എഴുതാം E is equal to 0.67. ഓക്കെ, നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ അധികമൊന്നും ചെയ്യാനില്ല. H divided by 1.5 meters is equal to 1.67 divided by 1.67 എന്ന് നമുക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. This is equal to 1. Now H is equal to 1.5 meters into 1, that is equal to 1.5 meters. അപ്പോൾ നമുക്ക് വേണ്ട ഹെഡിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? അതും 1.5 meters തന്നെയാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി 1.5 meter ആണ്. ഹെൻസ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി 1.5 meter. ഓക്കെ, ഹെഡിന്റെ ടേംസ് ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഹെഡ് റെപ്രസെന്റ്സ് ദ എനർജി ഓഫ് വാട്ടർ. ഓക്കെ, വെള്ളത്തിന്റെ കയ്യിൽ എത്ര എനർജി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തരുന്ന ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഒരു ടേം ആണ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, due to rise in temperature, the viscosity and the unit weight of the percolating fluid is reduced to 60% and 90% respectively. ഇത് ഈസ്റ്റാണ്. If other things remain constant, the coefficient of permeability increases by 25%, increases by 50%, increases by 33.3%, decreases by 33.3%. Okay. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്നുള്ള ടേം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു, പെർമിയബിലിറ്റി എന്നുള്ളത് സോയിലിന്റെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് വിസ്കോസിറ്റിയും അതുപോലെ തന്നെ യൂണിറ്റ് വെയിറ്റും ഇത് ആരുടെയാണ്? ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ. അതെങ്ങനെയാണ് പെർമിയബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? പെർമിയബിലിറ്റി എന്നുള്ളത് എന്താ? കടത്തി വിടാനുള്ള ശേഷിയാണ് അല്ലെ. നമ്മുടെ സോയിൽ പാർട്ടിക്കിൾസിന്റെ ഇടയിലൂടെ വെള്ളത്തെ കടത്തി വിടാനുള്ള ശേഷിയാണ്. സാൻഡ് പാർട്ടിക്കിൾസ് നല്ല രീതിയിൽ കടത്തി വിടും, ക്ലേ നല്ല രീതിയിൽ കടത്തി വിടും. ഓക്കെ, നമ്മളിപ്പോ സാൻഡിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അത് സുഖമായിട്ട് പാസ് ചെയ്ത് പോകും. അതേസമയം അതേ സാൻഡിലേക്ക് നമ്മൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഒരു ഗ്രീസോ ഒക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പതിയെ കടന്നു പോവുള്ളൂ. അത് സ്വാഭാവികമാണ്. അത് പക്ഷേ ഫ്ലൂയിഡിന്റെ കുറ്റമാണ്, അല്ലാതെ സോയിലിന്റെ പ്രശ്നമല്ല അല്ലെ. സാൻഡ് എപ്പോഴും കടത്തിവിടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് അല്ലെ. പക്ഷെ ഇപ്പൊ ഈ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി, വിസ്കോസിറ്റി, യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ തുടങ്ങിയത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് ന്യായീകരിക്കാവുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് നമുക്ക് അബ്സല്യൂട്ട് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി നമ്മൾ വരുന്നത്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്നുള്ളത് നമ്മളോട് ഡിഫൈൻ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ വിസ്കോസിറ്റി, യൂണിറ്റ് വെയിറ്റ് തുടങ്ങിയ ടേംസിനെ നമ്മൾ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. കാരണം സോയിൽ ഒരിക്കലും സോയിൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ പെർമിയബിലിറ്റി റെഡ്യൂസ്ഡ് ആയി എന്ന് ചിന്തിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സോയിൽ തെറ്റല്ല, പെർക്കുലേറ്റിംഗ് ഫ്ലൂയിഡിന്റെ പ്രത്യേകതകളാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിന്റെ ഒരുപാട് ഇക്വേഷൻ ബേസ്ഡ് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഒരു ഫൺ ഫാക്ട് ആണ്. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിക്കാം. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഓക്കെ, നൗ ഇവിടെ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോസ്നി-കർമാൻ ഇക്വേഷൻ നമുക്ക് എടുക്കാം. കോസ്നി-കർമാൻ ഇക്വേഷൻ. Cosny-Kármán equation is given by K is equal to the coefficient of K is
coefficient of permeability K is given by the equation K is equal to 1 by kk into gamma by mu of fluid into d square into e cube divided by 1 plus e എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, 1 by kk ഇറ്റ്സ് ദ kk എന്നുള്ളത് എന്താണ്, നമ്മുടെ കോഎഫിഷ്യന്റ് ആണ്. ഐ മീൻ ഇത് കോസ്നികർമാന്റെ കോഎഫിഷ്യന്റ് ആണ്. ഗാമ എന്നുള്ളത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, മ്യൂ എന്നുള്ളത് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ്, ഡി സ്ക്വയർ എന്നുള്ളത് ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾസ്, ഇ എന്നുള്ളത് വോയിഡ് റേഷ്യോ. ഇവിടെ മറ്റു ടേംസ് കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള എല്ലാ ടേംസും ഈ 1 by kk അതുപോലെ തന്നെ ഡി സ്ക്വയർ ഇത്രയും ടേംസ് നമുക്ക് എന്താണെന്ന് വിചാരിക്കാം, കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ വി ക്യാൻ ഡയറക്ട്ലി സേ ദാറ്റ് k is proportional to gamma by mu എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഓർ വി ക്യാൻ, ബാക്കിയുള്ള എല്ലാ ടേംസും കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓർ വി ക്യാൻ സേ ദാറ്റ് k is equal to some constant c into c, നമ്മൾ വേറെ ഇവിടെ ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഇല്ല. ഓക്കെ, അപ്പൊ c into gamma by mu എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, now let us consider the first situation. ഫസ്റ്റ് സിറ്റുവേഷനിൽ ഞാൻ എന്തെഴുതുകയാണ്, K1 എന്ന് എഴുതുകയാണ്. K1 നമുക്ക് സാധാരണ ഒരു ഫ്ലൂയിഡ് ആയിരുന്നു, അതിന് അതിൻ്റെതായ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സി ഇൻറ്റു ഗാമ ബൈ മ്യൂ എന്നുള്ള സാധാരണ രീതിയിലാണ് അവിടെ പെർമിയബിലിറ്റി വന്നിരുന്നത്. നൗ സെക്കൻഡ് സിറ്റുവേഷനിൽ എന്ത് സംഭവിച്ചു, സെക്കൻഡ് സിറ്റുവേഷനിൽ K2 എന്നുള്ള ഒരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം എന്താ, അവിടെ ഡെൻസിറ്റിക്കും വിസ്കോസിറ്റിക്കും മാറ്റമുണ്ട് അല്ലെ. നമുക്ക് എന്താ എഴുതാം, ഇറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വാട്ട് ഈസ് ദിസ് ഗാമ. ഇപ്പൊ ഒറിജിനൽ ഗാമയാണോ, അല്ല, അതിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാം 90% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ എഴുതാം, 90/100 ഓർ വി ക്യാൻ റൈറ്റ് 0.90 ഇൻറ്റു ഗാമയാണ് ഇപ്പോഴത്തെ പ്രസന്റ് ഡെൻസിറ്റി ബൈ മ്യൂ. മ്യൂ എത്രയാണ്, 60. ഓക്കെ, 60% ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 0.60 ഇൻറ്റു മ്യൂ ആണ് നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള വിസ്കോസിറ്റി. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ എന്ത് വ്യത്യാസമാണ് നമ്മുടെ വിസ്കോസിറ്റിക്ക് ഉണ്ടായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല ആ ചോദിക്കുന്നത് എന്തിനാണ്, പേഴ്സൻറ്റേജിലാണ്, ഇൻക്രീസസ് ബൈ അല്ലെങ്കിൽ ഡിക്രീസസ് ബൈ എന്നുള്ള ടേംസിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ ശതമാനത്തിന്റെ കണക്ക് നമ്മൾ എങ്ങനെ എടുക്കുക, സിമ്പിൾ ആയിട്ട് എടുക്കാം അല്ലെ. ഇപ്പോ K2 minus K1 all divided by K1 into 100% ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പെർസെന്റേജ് ഇൻക്രീസ് ആണോ പെർസെന്റേജ് ഡിക്രീസ് ആണോ ഉണ്ടായത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, this is equal to now 0.9 divided by 0.6 അല്ലെ. ഈ ഒരു ടേം നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 0.9 divided by 0.6. നിങ്ങൾ ഇപ്പൊ തന്നെ കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്ത് നോക്കുക. 0.6 നമുക്ക് എത്ര കിട്ടി, 1.5 എന്ന് നമുക്ക് കിട്ടി ഇല്ലേ. അപ്പൊ ഞാനിവിടെ ഈ എന്റെ, അപ്പൊ ഞാൻ K2 എന്ത് എഴുതാണ്, സി ഇൻറ്റു 1.5 ഇൻറ്റു ഗാമ ബൈ മ്യൂ എന്ന് എഴുതാണ്. ഇപ്പൊ തന്നെ കുറെ പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടോ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, സി എന്നുള്ള ടേം എല്ലായിടത്തും കോമൺ ആണ്, അപ്പൊ ക്യാൻസൽ ആയി പോയിക്കോളും. ഞാൻ ഇത് എഴുതാൻ മെനക്കെടുന്നില്ല. 1.5 ഗാമ ബൈ മ്യൂ മൈനസ് ഗാമ ബൈ മ്യൂ ഓൾ ഡിവൈഡഡ് ബൈ ഗാമ ബൈ മ്യൂ അല്ലെ. 1.5 മൈനസ് 1 നമുക്ക് എന്ത് കിട്ടും, ഇസ് ഈക്വൽ ടു 0.5 into 100% നമുക്ക് കിട്ടും, or we will get 50%. ഓക്കെ, വാല്യൂ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് അത് എന്താണ്, അത് ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻക്രീസിങ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ വാല്യൂ ഇൻക്രീസസ് ബൈ 50%. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. The flow net for an earthen dam with 30-meter water depth consists of 25 potential drops and 5 flow channels. The coefficient of permeability of dam material is 0.03 millimeters per second. The discharge per meter length of dam is 0.00018 meter cubes per second, 0.0045 meter cubes per second, 0.18 meter cubes per second, 0.1125 meter cubes per second. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സീപ്പേജ് അനാലിസിസ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ആ ചാപ്റ്ററിൽ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടൂളാണ് ഫ്ലോ നെറ്റ് എന്നുള്ളത്. ഓക്കെ, നമ്മുടെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള
Laplace equation dou square h by dou x square plus dou square h by dou y square equal to 0 എന്നുള്ള നമ്മുടെ ഐസോട്രോപിക് സോയിൽ ആണ്. ഓക്കെ, ഐസോട്രോപിക് സോയിലിന്റെ ഈ ഒരു ലാപ്ലേസ് ഇക്വേഷന്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, നമ്മുടെ ഫ്ലോനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഫ്ലോനെറ്റിന് ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്കറിയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഡാം സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഡാം സ്ട്രക്ചറിന്റെ താഴെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ഫ്ലോനെറ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫ്ലോനെറ്റിൽ നമുക്ക് ഈക്വി പൊട്ടൻഷ്യൽ ലൈൻസ്, ഓക്കെ, ഈക്വി പൊട്ടൻഷ്യൽ ലൈൻസ് ഇവിടെ ഞാനൊരു ഗ്രീൻ കളറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫ്ലോ ലൈൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവരുടെയൊക്കെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈക്വി പൊട്ടൻഷ്യൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വി പൊട്ടൻഷ്യൽ ലൈനിൽ ഏതൊരു പോയിന്റിലെയും ഹെഡ് എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. മാത്രമല്ല രണ്ട് സബ്സിക്വന്റ് ആയിട്ടുള്ള ഈക്വി പൊട്ടൻഷ്യൽ ലൈൻസ് തമ്മിലുള്ള ഹെഡ് ഡ്രോപ്പും എന്ത് തന്നെയായിരിക്കും, അതും സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ 1 2 3 4 എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എത്ര ഫ്ലോ ഈക്വി പൊട്ടൻഷ്യൽ ലൈൻസ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം, എത്ര ഫ്ലോ ലൈൻസ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു എ അതുപോലെ തന്നെ ബി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്ലോ ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, നൗ ദേ ഓൾവേസ് ഇന്റർസെക്ട് അറ്റ് 90 ഡിഗ്രി ടു ഈച്ച് അതർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നൗ ഇങ്ങനെ ഒരുപാട് ടേംസ്, ഒരുപാട് പ്രോപ്പർട്ടീസ് ഫ്ലോനെറ്റ്സിനുണ്ട്. ഓക്കെ, ഞാൻ എല്ലാ പ്രോപ്പർട്ടീസിലേക്കും കടക്കുന്നില്ല, കാരണം അത്രയും ഒരു വലിയ ഡിസ്കഷൻ നമുക്ക് ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ, നമുക്കത് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോ നമുക്ക് നോക്കാനുള്ളത് എന്താണ്, നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഈ ഈക്വി പൊട്ടൻഷ്യൽ ലൈൻസും ഫ്ലോ ലൈൻസും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. എന്തായിരുന്നു ആ ഇക്വേഷൻ? ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ Q is equal to K into H into NF divided by ND into L എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഫോർ K എന്നുള്ളത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി ആണ്, H എന്നുള്ളത് ഹെഡ് ആണ്, NF എന്നുള്ളത് നമ്പർ ഓഫ് ഫ്ലോ ചാനൽസ് ആണ്, ND എന്നുള്ളത് നമ്പർ ഓഫ് ഈക്വി പൊട്ടൻഷ്യൽ ഡ്രോപ്സ് ആണ്, L എന്നുള്ളത് നമ്മുടെ ലെങ്ത്. ഓക്കെ, ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഒരുപാട് എളുപ്പമാക്കി തന്നിട്ടുണ്ട്, കാരണം നമുക്കിവിടെ നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്സ് നേരിട്ട് തരികയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോ ചാനൽസിന്റെ എണ്ണവും നേരിട്ട് തന്നു. അത് നമുക്കിവിടെ NF എന്നുള്ളതും ND എന്നുള്ള ടേംസ് അവർ പെട്ടെന്ന് തന്നു. വേണമെങ്കിൽ കുറച്ചും കൂടി ഹാർഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫ്ലോ ലൈൻസ് തരാം, നമ്പർ ഓഫ് ഈക്വി പൊട്ടൻഷ്യൽ ലൈൻസ് മാത്രം തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കുറച്ചും കൂടി ഒന്ന് ഹാർഡ് ആക്കാം. അത് ചെയ്തിട്ടില്ല, എളുപ്പമായിട്ടാണ് തന്നിട്ടുള്ളത്. നൗ ഇനിയിപ്പോ ഈ ഇക്വേഷനിലേക്ക് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ഓക്കെ, ഈ NF/ND എന്നുള്ളൊരു നമ്മളൊരു പേര് വിളിക്കും. ഞാൻ വിളിക്കുന്ന പേരാണ് ഷേപ്പ് ഫാക്ടർ. ഓക്കെ, വിളിക്കുന്ന പേരാണ് ഷേപ്പ് ഫാക്ടർ. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുകയാണ്. ഇവിടെ ഞാൻ Q നേരിട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇപ്പൊ എല്ലാ ടേംസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. Q ഈസ് ഈക്വൽ ടു Kയുടെ വാല്യൂ എത്രയാണ്, 0.03 മില്ലിമീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് അല്ലെ. ഇവിടെ K തന്നിട്ടുള്ള എന്താണ്, 0.03 മില്ലിമീറ്റേഴ്സ് പെർ സെക്കൻഡ്. നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 0.03 ഇൻറ്റു 10⁻³ മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി 0.03 ഇൻറ്റു 10⁻³ അപ്പൊ നമുക്ക് K വാല്യൂ അവിടെ കിട്ടി ഇൻറ്റു H ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 30 മീറ്റേഴ്സ് വാട്ടർ. ഓക്കെ, അപ്പൊ 30 ആണ് അവിടുത്തെ ഹെഡ് എന്നുള്ളത്. നൗ NFന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, 5 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് പൊട്ടൻഷ്യൽ ഡ്രോപ്സ് എന്നുള്ളത് 25 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നൗ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെർ മീറ്റർ ലെങ്ത് ഓഫ് ഡാമിന്റെ ഡിസ്ചാർജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മതി, ഇൻറ്റു 1 നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, നൗ ഇത് നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് തന്നെ ചെയ്യണം, അല്ലാതെ സോൾവ് ചെയ്യുക എന്നുള്ളത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു PSC ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇതിലുള്ള വാല്യൂസ് എന്തായിരിക്കും, ഈസിലി ക്യാൻസൽ ചെയ്ത് പോകുന്നത് പോലെ ആയിരിക്കും വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു 0.0018 മീറ്റർ ക്യൂബ്സ് പെർ സെക്കൻഡ്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ എഞ്ചിനീയറിംഗ് സർവീസസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള വാല്യൂസ് വന്നത്. ഓക്കെ,
പൊതുവെ PSCക്ക് ആവുമ്പോൾ എന്തായിരിക്കും ഈ വാല്യൂസ് കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ഇങ്ങനത്തെ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ ഇവിടെ വാല്യൂ എന്തുണ്ട്? ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, the intensity of vertical pressure directly below a concentrated load of 3 by 2 pi tons at a depth of 3 by 2 pi meter, it could be just a value, it's 3 by 2 pi meter, is given by, ഇവിടെ നമുക്കൊരു മീറ്റർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കേണ്ടത്. മീറ്റേഴ്സ് is given by 1 ton per meter square, 1 by 2 tons per meter square, 3 by 2 tons per meter square, 3 by 2 pi all raised to 3 by 2 tons per meter square. നമുക്ക് ബോസ്നസ് തിയറി എല്ലാവർക്കും അറിയാം അല്ലെ? ഇക്വേഷൻ, ഓക്കെ, ബോസ്നസ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതില് ഇവിടെ ഇപ്പോ നേരിട്ട് ചോദിച്ചിട്ടുള്ളത് വെർട്ടിക്കൽ പ്രഷർ ഡയറക്ട്ലി ബിലോ എ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ്. ഓക്കെ, ഇത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ടേം ആണ് അല്ലെ? നമുക്ക് സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു 3 by 2 pi into Q by Z square. Q by Z square. ഓക്കെ, ഞാൻ Z ഇത്തിരി പ്രശ്നമാണ്, കാര്യം ചെയ്യാം. ഓക്കെ, 3 by Z square into 1 divided by 1 plus R by Z the whole square all raised to 5 by 2 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഓക്കെ, ഇതിലെ ഓരോ ടേമും എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് ഗ്രൗണ്ട് ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഗ്രൗണ്ട് ലെവലില് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 3 ഡയമെൻഷനിലാണ് ഞാൻ കാര്യങ്ങൾ ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് എന്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ലോഡ് എങ്കിൽ എനിക്ക് ഞാനൊരു ലൈൻ കൂടി വരയ്ക്കാം. ഇതാണ് എന്റെ ഇസഡ് എന്ന് പറയുന്ന ഡെപ്ത്. ഇതാണ് എന്റെ ഇസഡ് എന്ന് പറയുന്ന ഡെപ്ത്. എന്റെ ആർ എന്ന് പറയുന്നത് എന്റെ റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആർ. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ്, ഇവിടുത്തെ പ്രഷർ ആണ് നമ്മളോട് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ലെറ്റ് ദിസ് വാല്യൂ ബി ക്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മളോട് മുകളിൽ കാണുന്നത്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തില് ഡയറക്ട്ലി ബിലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഡയറക്ട്ലി ബിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എന്ത് എഴുതാം? R is equal to 0. As it is directly below, in this equation R is equal to 0. Okay, R equal to 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ ഇസഡ് ഈക്വൽ ടു 0.4777 Q ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ എന്നുള്ള ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ കൂടി ഉണ്ട്. അതിവിടെ ഉപയോഗിക്കരുത്, കാരണം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലെല്ലാം 3/2 പൈ എന്ന ടേമിലാണ് തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ഈ 3/2 പൈ അവിടെ ഉപകാരപ്പെടും എന്ന് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു 3/2 പൈ ഇൻറ്റു, ഓക്കെ, ഫസ്റ്റ് ടേം നമ്മൾ എഴുതി. അടുത്തത് എന്താ? Q ബൈ ഇസഡ് സ്ക്വയർ. അപ്പൊ ലോഡിന്റെ വാല്യൂ എത്രയാണ്? അതും 3/2 പൈ തന്നെയാണ് അല്ലെ? അപ്പൊ ഞാൻ എഴുതുകയാണ് Q 3/2 പൈ ഇൻറ്റു നൗ Q ബൈ ഇസഡ് സ്ക്വയർ എന്നാണല്ലേ? അപ്പൊ ഞാൻ എന്ത് എഴുതി? 1 by z square എന്ന് എഴുതുകയാണ്. 1 divided by 3/2 pi the whole square into now 1 divided by 1 plus r ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും ടേമിന് ഞാൻ എന്ത് ചെയ്തു? 0 ആക്കി. ബാക്കി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ റേസ് ടു 5/2 എന്നുള്ള ടേം ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കുക കേട്ടോ. ഇവിടെ ഇപ്പൊ തന്നെ നമുക്ക് കുറെ പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഇവിടുത്തെ 3/2 പൈ ഒരു തവണ ക്യാൻസൽ ആവും, ഈ 2 പൈ ക്യാൻസൽ ആയി, ഒരു തവണ ക്യാൻസൽ ആവും. ഇനി എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു 1 ടൺസ് പെർ മീറ്റർ സ്ക്വയർ. ഇത് മാത്രമേ ഇനി ഇവിടെ ബാക്കിയുള്ളൂ. ഇവിടെ 1 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? 1 ടൺസ് പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ വാല്യൂ. The value of compression index for a remolded sample whose liquid limit is 50%. Okay. 0.028, 0.28, 0.36, 0.036. ഓക്കെ, എന്താണ് കംപ്രഷൻ ഇൻഡെക്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ?
നമുക്കൊരു ഗ്രാഫ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഗ്രാഫ് പഠിക്കാനുണ്ട് അല്ലെ. നമ്മൾ കൺസോളിഡേഷൻ എന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ പഠിക്കാൻ നമുക്ക് ഒരുപാട് ഗ്രാഫുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഗ്രാഫുള്ള ഒന്നാണ് ഇ വേഴ്സസ് ലോഗ് സിഗ്മ ഗ്രാഫ് എന്നുള്ളത്. ഓക്കെ, ഇതില് നമ്മുടെ ഇ വേഴ്സസ് ഈ ലോഗ് സിഗ്മ ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിന്റെ സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പിന്റെ വാല്യൂ ആണ് സി സി എന്നുള്ളത്. ഓക്കെ, സ്ലോപ്പിന്റെ വാല്യൂ ആണ് സി സി എന്നുള്ളത്. ഓക്കെ, നൗ സി സിയുടെ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സി സിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഈ ഒരു ടേമിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. നമ്മൾ സ്ലോപ്പ് അല്ല എടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഡെൽറ്റ ഇ വരും. നൗ ഇവിടെ ചേഞ്ച് ഇൻ സ്ട്രെസ് വരുന്നു നമുക്ക് അല്ലെ. അപ്പൊ ഞാനിവിടെ വെറുതെ ഒരു റാൻഡം ആയിട്ട് 2 പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ഇത് ലോഗ് എ എന്നും ഇത് ലോഗ് ബി എന്നും വിചാരിക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ലോഗ് എ മൈനസ് ബി എനിക്ക് എന്തെഴുതാം, ലോഗ് എ ബൈ ബി എന്നെഴുതാലോ. ഈ ഒരു ഐഡിയ ആണ് ഞാനിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇവിടെ രണ്ടും ലോഗരിതമിക് വാല്യൂസ് ആണ് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലോഗ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, ലോഗ് എ ബൈ ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സിമിലർലി അപ്പൊ ഞാൻ സി സിയുടെ ഇക്വേഷൻ ഇവിടെ എഴുതുകയാണ്. സി സി ഈക്വൽ ടു Cc is equal to delta E divided by log to the base 10 sigma final divided by sigma initial. Okay, stress final divided by stress initial. ഇതാണ് സി സിയുടെ സാധാരണ ഇക്വേഷൻ, കംപ്രഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഈ കംപ്രഷൻ ഇൻഡെക്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കൺസോളിഡേഷൻ സെറ്റിൽമെന്റ്, ഫൈനൽ സെറ്റിൽമെന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ ഈ ഒരു ടേം ഇല്ലാതെ നമുക്ക് പറ്റില്ല. പക്ഷെ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വോയിഡ് റേഷ്യോ, സ്ട്രെസ്സിന്റെ ടേംസ് ഒന്നും തന്നിട്ടില്ല. നമുക്ക് ആകെ തരുന്നത് മാത്രമാണ് നമ്മുടെ ലിക്വിഡ് ലിമിറ്റ് മാത്രമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ എംപെരിക്കൽ റിലേഷൻസിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, എംപെരിക്കൽ റിലേഷൻസ്. ഇവിടെ സി സി is given by the equation 0.009 into liquid limit minus 10. This is for normally consolidated clay. Okay, normally consolidated clay ക്കുള്ള ഇക്വേഷൻ ആണ്. അതുപോലെ നമുക്കറിയാം സി സി is equal to 0.007. Okay, 0.007 into liquid limit minus 10. This is for the remolded soil. So ഇതാണ് നമ്മുടെ remolded ആയിട്ടുള്ള ക്ലേക്കുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് റീമോൾഡഡ് സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം സി സി ഈക്വൽ ടു 0.007 ഇൻറ്റു ദ ലിക്വിഡ് ലിമിറ്റ് ഈസ് എത്രയാണ് തന്നിട്ടുള്ളത്, 50 ആണ്. അപ്പൊ പെർസെന്റേജിൽ തന്നെയാണ് നമ്മളിവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ആരും ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യരുത്, പെർസെന്റേജിൽ തന്നെ എഴുതുക. മൈനസ് 50 മൈനസ് 10 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. 0.28 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് സി സിയുടെ വാല്യൂ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് ആൻസർ ഉണ്ട്, 0.28 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Clay layer with a single drainage and coefficient of consolidation CV takes 6 months to achieve 50% consolidation. The time taken by the clay layer B of the same thickness with a double drainage and coefficient of consolidation CV by 2 to achieve the same degree of consolidation. നമുക്ക് ഇവിടെ ഒരു ടൈം ഫാക്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ടൈം ഫാക്ടറിന്റെ ഇക്വേഷൻ നമുക്ക് നേരെ എഴുതാം. ഇത് ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം ഫാക്ടർ ടി വി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. where T is the time required for consolidation and D is equal to drainage part. Also, CV is equal to coefficient of consolidation. നമുക്ക് അറിയാവുന്ന ഒരു ടേം ആണ്. ഓക്കെ, coefficient of consolidation. ഓക്കെ, ഇവിടെ ഡിയുടെ ടേംസ് ആണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. D is equal to h by 2
for double drainage and D is equal to H for സിംഗിൾ ഡ്രെയിനേജ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ ഈ രണ്ട് ടേംസ് നിർബന്ധമായിട്ട് പഠിക്കണം. D is equal to H/2 for double drainage and D is equal to H for single drainage. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്ത് മാത്രമാണ്? ടൈം ടേക്കൺ മാത്രമേ തന്നിട്ടുള്ളൂ. ആൻഡ് ദെൻ പെർസെന്റേജ് ഓഫ് കൺസോളിഡേഷൻ എത്രയാണ് എന്ന് നമുക്ക് തന്നിട്ടുള്ളൂ. 50% കൺസോളിഡേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലേ ലെയർ ബി തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ ഡബിൾ ഡ്രെയിനേജ് ആണെന്നും കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ CV/2 ആയിട്ട് മാറിയിട്ടുണ്ട് എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെയിം ആണെന്ന് നമുക്ക് വിചാരിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഈ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? D/2 the whole square divided by CV/2 is directly proportional to T. Let this be TA and let this be TB. Okay. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം മതിയാവും. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? D square divided by CV all divided by D/2 the whole square divided by CV/2 will be equal to, okay, രണ്ടിലും കോൺസ്റ്റന്റ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? TA divided by TB എന്ന് എഴുതാം. ശരിയല്ലേ? ടിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? നമുക്ക് 6 ആണ്. ടിബിയുടെ വാല്യൂ നമുക്ക് അറിയില്ല, TB. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ D സ്ക്വയർ, ഇവിടെ D സ്ക്വയർ വരും, ഇത് ക്യാൻസൽ ആവും, ഇവിടെ ഒരു 4 വരും അല്ലെ? ഇവിടെ സ്ക്വയറിന്റെ ടേം എടുത്ത് കളയാണ്. ഓക്കെ, അവിടെ ഒരു 4 വരും. ഇവിടെ CV ഉണ്ട്, CV ക്യാൻസൽ ആവും, CV ക്യാൻസൽ ആവും. 4 divided by 2 അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും 2 എന്ന് കിട്ടും. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു 1 divided by 2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോറി 1 divided by 2 അല്ല, 1 divided by 1/2 എന്ന് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 6/TB is equal to 2 എന്ന് കിട്ടും. Or we will get, that implies TB is equal to 3 months എന്നാണ് നമുക്ക് ആൻസർ. ഓക്കെ, TB is equal to 3 months എന്ന് നമുക്ക് ആൻസർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ 1/2 അല്ല, 1 divided by 1/2 ആണ് അല്ലെ? ഇവിടെ 1 ടോട്ടലി വരുന്നുണ്ട്. Now ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്? 1/2 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 1 divided by 1/2 പകരം പെട്ടെന്ന് അവിടെ എന്ത് എഴുതിയതാണ്? 1/2 എന്ന് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. 1 divided by 1/2 വരുന്നു. സോ ദ ഫൈനൽ ആൻസർ ഇസ് 3 months. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ നമുക്ക് 3 months ഉണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. A normally consolidated clay settled 10 mm when effective stress was increased from 100 kN/m² to 200 kN/m². If the effective stress is further increased from 200 kN/m² to 400 kN/m², then settlement of the same clay is option A 10 mm, option B 20 mm, option C 40 mm, option D none of the above. നമുക്ക് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു CC divided by 1 plus E naught into H naught into log to the base 10 final effective stress divided by initial effective stress. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഡെൽറ്റ സിഗ്മ ബാർ പ്ലസ് സിഗ്മ 0 ബാർ എന്നുള്ളത് നമ്മുടെ ഫൈനൽ എഫക്റ്റീവ് സ്ട്രെസ് ആണ്. സിഗ്മ 0 ബാർ എന്നുള്ളത് നമ്മുടെ ഇനീഷ്യൽ എഫക്റ്റീവ് സ്ട്രെസ് ആണ്. E0 എന്നുള്ളത് ഇനീഷ്യൽ വോയിഡ് റേഷ്യോ ആണ്. CC എന്നുള്ളത് കംപ്രഷൻ ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഒരു സിറ്റുവേഷനിലുള്ള സെറ്റിൽമെന്റ് തന്നിട്ടുണ്ട്. ദെൻ എഫക്റ്റീവ് സ്ട്രെസ് എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് സിറ്റുവേഷനിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഈ രണ്ട് സിറ്റുവേഷനിലും ക്ലേ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലേ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ആ ക്ലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? 100 kN/m² ടു 200 kN/m²ന്റെ ഒരു ചേഞ്ച് ഇൻ സ്ട്രെസ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 mm ആണ് നമുക്ക് എന്ത് സെറ്റിൽമെന്റ് കിട്ടുന്നത്. ഓക്കെ, നൗ അതേ ക്ലേയുടെ തന്നെ നമ്മൾ മറ്റൊരു സാമ്പിൾ എടുക്കുകയാണ്. ആ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 200 kN/m² ടു 400 kN/m²ന്റെ ഒരു സ്ട്രെസ് നമ്മൾ കൊടുക്കുകയാണ്. ഐ മീൻ ഒരു ചേഞ്ച് ഇൻ സ്ട്രെസ് നമ്മൾ കൊടുക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ അതേ ക്ലേ തന്നെ എത്ര ആയിരിക്കും സെറ്റിൽ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത് ഈ ഒരു ഇക്വേഷനിൽ ഡയറക്ട്ലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് വലിയൊരു ഇക്വേഷൻ ആണ്. ഇത് പെട്ടെന്ന് ലോഗരിതം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഈ പ്രോബ്ലം നമുക്ക് കാൽക്കുലേറ്ററിലാണ് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ചിന്ത നമുക്ക് വരും. ബട്ട് ആക്ച്വലി ഇത് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇവിടെ നോക്കുക. ഫസ്റ്റ് സിറ്റുവേഷനിൽ എന്തായിരുന്നു? 100 to 200 ആയിരുന്നു ചേഞ്ച് ഇൻ സ്ട്രെസ്. ഓക്കെ, നൗ അതായത് നമ്മുടെ ഫൈനൽ സ്ട്രെസ് എത്രയായിരുന്നു? 200 ആണ് നമ്മുടെ സ്ട്രെസ്. ഇനീഷ്യൽ സ്ട്രെസ് എത്രയായിരുന്നു? 100 ആയിരുന്നു നമ്മുടെ സ്ട്രെസ്. നൗ ഇവിടെ സെക്കൻഡ് കേസിൽ എന്താണ്? സെക്കൻഡ് കേസിൽ ഫൈനൽ സ്ട്രെസ് എന്ന് പറയുന്നത് 400 ആണ്. ഇനീഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. ഓക്കെ, അപ്പൊ ഈ ഡെൽറ്റ സിഗ്മ 0 പ്ലസ് ഡെൽറ്റ സിഗ്മ 1 ഇത് നമ്മുടെ ഫൈനൽ സ്ട്രെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള ഐഡിയ നമുക്ക് ആദ്യം വരണം. എന്നാലും നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. സെക്കൻഡ്ലി എന്താണ്? ഇത് നമ്മുടെ ഇനീഷ്യൽ സ്ട്രെസ് ആണെന്നുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നൗ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ രണ്ട് കേസിൽ ഞാൻ ഓരോ ഇക്വേഷൻ വീതം മോഡൽ ചെയ്യാണ്. ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഞാൻ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എച്ച് നോട്ടിനെ ഓൾറെഡി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നമുക്ക് അറിയില്ല. ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, നൗ ഇവിടെ നോക്കുക കേട്ടോ. സി സി ഡിവൈഡ് ബൈ ബാക്കി എല്ലാ ടേംസും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ലോഗ് ടു ദ ബേസ് 10 200 ഡിവൈഡ് ബൈ 100 എന്നുള്ളത് അല്ലെ. അപ്പൊ എന്തായിട്ട് മാറും? ഇത് ലോഗ് 2 ആയിട്ട് മാറും. ഇവിടെ 400 ബൈ 200 ആണ്. അപ്പൊ ഇതും എന്തായിട്ട് മാറും? ലോഗ് 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി ഇക്വേഷൻ ഞാൻ റീറൈറ്റ് ചെയ്യാണ്. 10 divided by h naught will be equal to cc divided by 1 plus e naught into log to the base 10 to delta h by h naught is equal to cc divided by 1 plus e naught into log to the base 10 to എന്നുള്ള അടുത്ത ഒരു ഇക്വേഷൻ ആയിട്ട് ഞാൻ മാറ്റുകയാണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനിലും ഇതാ ഒരു ടേം ഇവിടെ നമുക്ക് കാണാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഈ ടേമും ഇതെല്ലാം എന്ത് തന്നെയാണ്? ഈക്വൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇക്വേഷൻ എയും ഇക്വേഷൻ ബിയും എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഈക്വൽ ആണെന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആയി പോകും? 1 പ്ലസ് ഇ നോട്ട് 1 പ്ലസ് ഇ നോട്ട് ക്യാൻസൽ ആവും. സി സി ക്യാൻസൽ ആവും. എച്ച് നോട്ട് ക്യാൻസൽ ആവും. നമുക്ക് നേരെ എന്ത് കിട്ടും? ഡെൽറ്റ എച്ച് ഈസിക്കൽ ടു 10 മില്ലിമീറ്റേഴ്സ് എന്നുള്ള വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഇക്വേഷൻ കണ്ടിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ സംശയിച്ച് നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആക്ച്വലി ഒരു കാൽക്കുലേറ്ററിന്റെ യാതൊരു ആവശ്യവും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി PSC പ്രതീക്ഷിക്കാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് കഴിയുകയാണ്. നിങ്ങൾക്ക് അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം.